നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പുളിയിഞ്ചിയാണ്. അതിന് ഇഞ്ചി ചെറുതായി നുറുക്കി വെച്ചിട്ടുണ്ട്, പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്, ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കായം, ഉണക്കമുളക്, വറുത്തിടാൻ ആവശ്യമായ ഉണക്കമുളക്, പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, കരിവേപ്പിലയുണ്ട്. ഇനി കടുക് വേണം, വെളിച്ചെണ്ണ വേണം. അപ്പോൾ നമുക്ക് ഇത് തുടങ്ങാം. വാ. ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് നന്നായി പഴുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ആവശ്യത്തിന് കുറച്ചേറെ വെളിച്ചെണ്ണ ഒഴിച്ചേക്കണത്. അത് ഇച്ചിരി വെളിച്ചെണ്ണ കൂടുതൽ വേണം. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കടുക് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. ഒരു 3 സ്പൂണ്, ഈ സ്പൂണിന് 3 സ്പൂണ് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം ഇതിന് ഇച്ചിരി കടുക് കൂടുതൽ വേണം. അപ്പോൾ കടുകിട്ട് ആ കടുക് ഒന്ന് പൊട്ടട്ടെ. കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. ഉണങ്ങിയ മുളക് മുറിച്ച് വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഇഞ്ചിയും പച്ചമുളകും കരിവേപ്പിലയും ഒന്നിച്ച് തന്നെ ഇട്ട് കൊടുക്കാം. മുളക് ഇച്ചിരി കൂടുതലുണ്ട് കേട്ടോ, ഒരു 4-5 മുളകുണ്ട്. അതിനകത്തേക്ക് ഇഞ്ചി ഇട്ട്, പച്ചമുളക് ഇട്ട്, കരിവേപ്പില ഇട്ട്, അത് കഴിഞ്ഞ് അതിനകത്തേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കും. ഇത് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് നമുക്ക് വറുത്തെടുക്കണം. സാധാരണ ഒന്ന് വഴന്നാൽ പോരാ, നല്ല ക്രിസ്പി ആയിട്ട് വറുത്തെടുക്കണം. കാരണം ഇരുന്നാലും ചീത്തയാകാതിരിക്കാൻ എങ്കിൽ അങ്ങനെ വറുത്തെടുക്കണം നന്നായിട്ട്. മൊരുമൊരാന്നാകും. നമ്മൾ കിരിന്ന് ശബ്ദം കേൾക്കും, അത്രയും. എന്നിട്ട് കരിഞ്ഞു പോകാനും പാടില്ല, അത് നമ്മൾ സൂക്ഷിക്കണം. അതൊന്ന് വഴന്ന് വന്നപ്പോൾ ഞാൻ അതിനകത്തേക്ക് കട്ടക്കായ ആയത് കാരണം ആ കായ ഇട്ട് കൊടുത്തപ്പോൾ ആ കായ അതിൽ കിടന്നങ്ങോട്ട് അലിഞ്ഞു പോന്നോളും. അതുകൊണ്ടാണ് കായ ഇട്ട് കൊടുത്തത്. ഇപ്പോൾ ഇത് നന്നായി മൊരിഞ്ഞിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഞാൻ 1 സ്പൂൺ എടുത്തിട്ടുണ്ട്. മുളക് പൊടി 2 വലിയ സ്പൂണ്, 2.5 സ്പൂൺ എടുത്തിട്ടുണ്ട്. കാരണം ഇച്ചിരി എരിവ് കൂടി നിൽക്കണം. മധുരവും ഉപ്പും പുളിയും ഉള്ളതാണിത്. അപ്പോൾ എരിവ് ശകലം കൂടി നിന്നാലേ ആ മധുരവും ഉപ്പും പുളിയൊക്കെ കൂടി ആകുമ്പോൾ അത് ബാലൻസ്ഡ് ആയിട്ട് വരുള്ളൂ. അതുകൊണ്ട് മുളക് ഒരു 2.5 സ്പൂൺ നിറച്ച എടുത്തേക്കണം. 2.5 സ്പൂൺ നിറച്ച മുളക് എടുത്തേക്കണം. കാശ്മീരി മുളക് പൊടി തന്നെയാണ്. പക്ഷേ എന്നാലും ഇതിന് അത്ര കളറ്, കാശ്മീരിയുടെ അത്ര ചുവപ്പ് കളറ് വരുന്നതല്ല. അത് ഒന്ന് ഇട്ട് കൊടുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ അതിനകത്തേക്ക് പുളി ഒഴിക്കുന്ന വീഡിയോ എടുക്കാൻ മറന്നുപോയി. ലാസ്റ്റത്തെ തുള്ളി ഒഴിക്കുന്നത് മാത്രമേ നിങ്ങളെ കാണിക്കാൻ പറ്റുള്ളൂ. പുളി ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞപ്പോൾ ശർക്കര ഇട്ട് കൊടുക്കും. അത് ശർക്കരയെന്ന് പറഞ്ഞാൽ 1/2 കിലോ ശർക്കരയാണ് ഞാൻ ഇതിന് വാങ്ങിയിരുന്നത്. 1/4 കിലോ ഇഞ്ചിക്ക് 1/2 കിലോ ശർക്കര പാകമായിരിക്കും. അപ്പോൾ ശർക്കരയും കൂടി ഇട്ട് കൊടുത്തു. പുളി ഒരു മുഴുത്ത നാരങ്ങയുടെ അത്ര പുളിയാണ് ഞാൻ പിഴിഞ്ഞെടുത്തത്. ആ ശർക്കര മുഴുവനും അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ ഉരുക്കിയൊന്നുമില്ല കേട്ടോ, വെറുതെ പൊട്ടിച്ചെടുത്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അത് മുഴുവനും ഞാൻ ഇട്ട് കൊടുത്തു. ഇനി അതൊന്ന് ചാറ് കുറുകി ആ ശർക്കരയൊക്കെ ഒന്ന് അലന്ന് ഉപ്പ് പാകമാണോ എന്ന് നോക്കിയിട്ട് പോരാത്ത ഉപ്പും കൂടി നമ്മൾ അതിനകത്തേക്കൊന്ന് ചേർത്ത് ആ ചാറൊന്ന് കുറുകി കഴിയുമ്പോൾ നമുക്കിത് തീ ഓഫ് ചെയ്യാം. ചാറൊക്കെ കുറുകി കളറൊക്കെ ഒന്ന് മാറി